കർക്കിടക മഴ നമുക്ക് സമ്മാനിച്ചത് നിറമുള്ള കുറെ ഓർമ്മകളായിരുന്നു. മഴയനുഭവങ്ങളുമായി കാഞ്ഞിരക്കൊല്ലി എന്ന വിദൂര ഗ്രാമത്തിലെത്തിയ ഞങ്ങൾ മടങ്ങിയത് ഒരു പുതിയ വികാരം നെഞ്ചിലേറ്റിയാണ്. ഞങ്ങൾക്കിനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് തോന്നി. ആദിവാസി കോളനികളിലെ പ്രതീക്ഷയറ്റ മുഖങ്ങൾ, അവർ സമ്മാനിച്ച പുഞ്ചിരി നാളേക്കായി ഞങ്ങൾക്ക് കരുതി വെക്കണമായിരുന്നു. ആ പുഞ്ചിരിയിലെ ഊർജം ആവാഹിച്ച് ഞങ്ങൾ മടങ്ങി. നന്മ വിളയിക്കാനുള്ള ഞങ്ങളുടെ എളിയ തുടക്കം, ഒരു പുതിയ തുടക്കം. നല്ല പാടം ഇത്, നല്ല പാടം, കുഞ്ഞിളം കൈകൾ തീർക്കും നല്ല ലോകം. നല്ല പാടം ഇത്, നല്ല പാടം, നന്മകൾ പൂത്തിറങ്ങും നല്ല കാലം. ഭൂമിക്കൊരു കുട. തലശ്ശേരി നഗരത്തിന് ഭാവിയിൽ പച്ചപ്പിന്റെ മേലാപ്പ് ചാർത്താൻ വരും തലമുറകൾക്കായി വനം വകുപ്പുമായി സഹകരിച്ച് വൃക്ഷത്തൈകൾ. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ മോടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി പൂന്തോട്ട നിർമ്മാണം. ഇന്ന് ആ പൂന്തോട്ടത്തിന്റെ പച്ചപ്പിൽ ഇഷ്ടികയും മണ്ണും ചുമന്നതും പെയിന്റ് അടിച്ചതുമായ ഞങ്ങളുടെ ത്യാഗം അലിഞ്ഞില്ലാതാകുന്നു. ഓഗസ്റ്റ് 15 ഞങ്ങൾ പതാക ഉയർത്തി. ചോര കുതിർന്ന ആ മണ്ണിൽ സ്വാതന്ത്ര്യ സമരത്തിൽ 2 പേർ രക്തസാക്ഷിത്വം വരിച്ച തലശ്ശേരി കടലോരത്തെ ജവഹർ ഘട്ടിൽ അവിടുത്തെ മണൽത്തരികൾ ഞങ്ങളിലെ ദേശസ്നേഹം ജ്വലിപ്പിച്ചു. റംസാന്റെ മാധുര്യം പകർന്നുകൊണ്ട് തലശ്ശേരി സാമറിറ്റൻ ഹോമിൽ പുണ്യനാളിന്റെ പവിത്രതയോടെ ഒരു പിടി പലഹാരങ്ങളുമായി ആരോരുമില്ലാത്തവർക്ക് ആരോഗ്യമായി കുറച്ചുനേരം. റെയിൽവേ സ്റ്റേഷനെ ബസ് സ്റ്റാൻഡുമായി ബന്ധിപ്പിക്കുന്ന കാടുമൂടിയ നടപ്പാതയുടെ ദയനീയ അവസ്ഥ മനോരമയിൽ വന്നതിന്റെ അടുത്ത ദിവസം ഞങ്ങൾ ഇറങ്ങി. 70 പേർ. നല്ല പാഠത്തിലൂടെ ഞങ്ങൾ ചെയ്ത ഏറ്റവും ജനോപകാരപ്രദമായ പ്രവൃത്തി. ഞങ്ങൾക്കന്ന് വെള്ളവും സ്നാക്സും വാങ്ങിത്തന്നത് ഞങ്ങൾക്കറിയാത്ത ട്രെയിൻ യാത്രക്കാർ. പലരും വിചാരിച്ചിട്ട് നടപ്പിലാകാത്തത് ഞങ്ങളിലൂടെ പ്രശംസിക്കാൻ ആളുകളേറെയുണ്ടായി. ഞങ്ങളുടെ അഭിമാനം വളരുകയായി, ഒപ്പം കർത്തവ്യബോധവും. ട്രാഫിക് പോലീസിന് ഒരു സഹായമായി ഞങ്ങളും കൂടി ഇറങ്ങിയാലോ? പ്രത്യേകിച്ച് തിരക്കുള്ള ജംഗ്ഷനുകളിൽ രാവിലെയും വൈകിട്ടും വാഹനങ്ങൾക്ക് സിഗ്നൽ നൽകുന്നതും കുട്ടികളെയും പ്രായം ചെന്നവരെയും റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്നതും ഞങ്ങൾ തന്നെ.
കുഞ്ഞിന്റെ പുഞ്ചിരിയേക്കാൾ വലുതായി എന്താണുള്ളത്? ജനറൽ ഹോസ്പിറ്റലിലെ ബേബി വാർഡിൽ 40 മുഖങ്ങളിലാണ് ഞങ്ങൾ പുഞ്ചിരി പടർത്തിയത്. ഒപ്പം നഴ്സുമാർക്കും അമ്മമാർക്കും ആശ്വാസവും. ഞങ്ങൾ കരുതി വെച്ചത് ഞങ്ങളുടെ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കുമായി ഞങ്ങൾ നൽകി. കുട്ടികളുടെ കളിസ്ഥലം യാഥാർത്ഥ്യമായതിൽ ഏറ്റവും സംതൃപ്തി ഞങ്ങൾക്ക് തന്നെ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം. വീണ്ടും ഞങ്ങൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെത്തി. ആശുപത്രിയും പരിസര പ്രദേശങ്ങളും വളരെ സൂക്ഷ്മമായി തന്നെ വൃത്തിയാക്കി. ജനറൽ ആശുപത്രിയിൽ ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഉടൻ അംഗീകാരമെത്തി. നന്മയെ പ്രോത്സാഹിപ്പിക്കാൻ സുമനസ്സുകൾ സജ്ജരാണെന്ന ചിന്ത ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനമേകി. വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പുവാൻ നല്ലപാടം തയ്യാറെടുക്കുകയായിരുന്നു. IMAയുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിലുള്ള 3 ദിവസത്തെ ട്രെയിനിംഗ് പ്രോഗ്രാം ഞങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ട്രെയിനിംഗ് പൂർത്തിയാക്കിയ ഞങ്ങൾക്ക് IMAയുടെ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചു. മനുഷ്യ സ്നേഹത്തിന് പുതിയൊരു അധ്യായം എഴുതി ചേർക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ. ശനിയാഴ്ചകൾ ഞങ്ങൾ അവർക്കായി മാറ്റിവെച്ചു. ഒരു സാന്ത്വനത്തിന്റെയും സ്പർശനത്തിന്റെയും വില എത്രയെന്ന് അതുവരെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. അവരുടെ കൂടെ ഞങ്ങൾ ചിലവഴിച്ച നിമിഷങ്ങൾ, നല്ല പാഠത്തിന് ഏറ്റവും ആത്മസംതൃപ്തി നൽകിയ നിമിഷങ്ങളും അതുതന്നെയായിരുന്നു. ഇന്നത്തെ തലമുറയിൽ നിന്നും അന്യം നിന്നു പോകുന്ന നന്മകൾ ക്രമേണ തിരിച്ചുപിടിക്കുകയായിരുന്നു. കണ്ണൂരിനെ നടുക്കിയ ചാല ടാങ്കർ ദുരന്തം. ദുരന്ത നിവാരണത്തിനായി ഒരു കൈ സഹായവുമായി അവിടേക്ക്. ജീവിതം എത്ര നൈമിഷികമാണെന്ന് ഞങ്ങൾ അവിടെ തിരിച്ചറിഞ്ഞു. ഓരോ സഹായഹസ്തവും 1000 സാന്ത്വനത്തേക്കാൾ വലുതായിരുന്നു. വിദ്യാർത്ഥികളുടെ സ്നേഹ സമ്മാനം. 1999 10th A ബാച്ചിലെ അലൻ ലോയിഡിന്റെ സ്മരണയ്ക്കായി UP വിഭാഗം കുരുന്നുകൾക്ക് പഠനോപാധിയായി ഒരു കമ്പ്യൂട്ടർ സാമ്രാജ്യം. നാളെയുടെ വാഗ്ദാനങ്ങളായി നമ്മെ മാറാൻ പ്രേരിപ്പിച്ച അധ്യാപകർക്ക് ഒരു ഗുരുവന്ദനം. പൂർവ്വ അധ്യാപകരെ പൊന്നാട അണിയിച്ചുകൊണ്ടുള്ള ആദരിക്കൽ ചടങ്ങ് വിദ്യാലയത്തിന്റെ മൂല്യഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ്. പെൺകുട്ടികൾ ഒരു ആയോധനകല സ്വായത്തമാക്കേണ്ടത് ആവശ്യമുണ്ടോ? തങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ പെൺകുട്ടികൾക്കും കരാട്ടെ പരിശീലനം. അവർക്കുണ്ടായ മാറ്റം അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങളുടെ പെൺകുട്ടികളോട് ഇനി ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. ഞങ്ങൾ നടത്തിയ പൈതൃക സംരക്ഷണ പ്രവർത്തനങ്ങൾ. ഞങ്ങളുടെ പൈതൃകം അഭിമാനപൂർവ്വം ഞങ്ങൾ പുറം ലോകത്തെത്തിച്ചു. അത് കാത്തുരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അതിനുവേണ്ടി കൈമെയ് മറന്ന് അധ്വാനിച്ചു.
ഞങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ടൂറിസം ഗൈഡ് സർവീസ് എന്ന ആശയം ജനശ്രദ്ധ പിടിച്ചുപറ്റി. തുടർച്ചയായി 2ാം തവണയും സംസ്ഥാന ടൂറിസം അവാർഡ് ഞങ്ങളെ തേടിയെത്തി. നല്ല പാഠം പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്താനും പ്രചരിപ്പിക്കാനുമായി ഞങ്ങൾ തയ്യാറാക്കിയ ബ്ലോഗ്. കേരളത്തിലെ 4000-ഓളം സ്കൂളുകൾ ഏറ്റെടുത്ത് ഈ പ്രൊജക്ടിന്റെ വിശദ വിവരങ്ങൾ ഈ ബ്ലോഗിൽ ലഭ്യമാണ്. തലശ്ശേരിയിലെ സേവന വിഭാഗങ്ങളെ ഇതിൽ പ്രത്യേകം പരിചയപ്പെടുത്തുന്നു. കൂടാതെ കരിയർ രംഗത്തെ സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന നല്ല പാഠം കരിയർ ടോക്ക് എന്ന ഫേസ്ബുക്ക് പേജും പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ നടപ്പിൽ വരികയുണ്ടായി. ജലസ്രോതസ്സുകളെ കണ്ടില്ലെന്ന് നടിക്കാൻ നല്ല പാഠത്തിന് ആവില്ലായിരുന്നു. ധർമ്മടം കോർണേഷൻ UP സ്കൂൾ കോമ്പൗണ്ടിലെ കുളം കാടും പായലും പ്ലാസ്റ്റിക്കും നിറഞ്ഞ് മലിനമായ നിലയിലായിരുന്നു. ഒരു ദിവസത്തെ അധ്വാനം കൊണ്ട് ആയിരങ്ങൾക്ക് ഉപകാരമാകുന്ന ആ ജലസ്രോതസ് ഞങ്ങൾ വീണ്ടെടുത്തു. ഇന്ത്യ കണ്ട് ഏറ്റവും മഹത്തായ വ്യക്തിത്വങ്ങളിൽ ഒരാളായ APJ അബ്ദുൽ കലാം ഒക്ടോബർ 13 തലശ്ശേരിയിലെത്തി. നല്ല പാഠത്തിന്റെ പ്രതിനിധിയായി സാൽവിയ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും കയ്യൊപ്പും വാങ്ങി. നല്ല പാഠം കൂടുതൽ അംഗീകരിക്കപ്പെടുകയായിരുന്നു. സെറ്റ് അഥവാ സ്റ്റുഡൻസ് എമർജൻസി ടീം ഞങ്ങളുടെ നല്ല പാഠം പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണം അല്ലെങ്കിൽ മാസ്റ്റർ പീസ്. കേരളത്തിലെ ഏതെങ്കിലും വിദ്യാലയത്തിൽ ഇങ്ങനെയൊന്നുണ്ടാവുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. സെറ്റ് എന്തിനേയും ഏതിനേയും നേരിടാൻ തയ്യാറായ ആത്മവിശ്വാസത്തിന്റെ സ്വയം സമർപ്പിത ഭാവം. മൂന്ന് ഗ്രൂപ്പുകളിലായി 30 പേർ. നല്ല പാഠം പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, പ്രത്യേകിച്ച് ചാല ടാങ്കർ ദുരന്തവും വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളും ഞങ്ങൾ ഇടപെട്ട രോഗപീഡിതരുടെ ആലംബമറ്റ കാഴ്ചകളും ഞങ്ങളെ സെറ്റിലേക്ക് നയിക്കുകയായിരുന്നു. ലക്ഷ്യം ഒന്നു മാത്രം, ഉടനടി സഹായം, അത് അർഹിക്കുന്നവർക്ക്. കരാട്ടെ, നീന്തൽ എന്നിവയിൽ പ്രാവീണ്യം, ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ പരേഡും ഡ്രില്ലും, ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷനിൽ പ്രത്യേക ട്രെയിനിങ്, പ്രഥമ ശുശ്രൂഷയിലും ഡിസാസ്റ്റർ മാനേജ്മെന്റിലും പരിശീലനം. ഞങ്ങൾക്ക് യൂണിഫോം സ്പോൺസർ ചെയ്തത് ഞങ്ങളുടെ പ്രവർത്തന മികവ് കണ്ടറിഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനിമേൽ ഞങ്ങൾ കാഴ്ചക്കാരല്ല, മറിച്ച് ദ്രുതഗതിയിൽ ഇടപെടുന്നവർ. മലയാള മനോരമ മനസ്സിൽ കണ്ടത് അതുതന്നെ ഞങ്ങൾ ചെയ്തു തീർത്തു. ആശുപത്രിയും രോഗികളുമായി ഇടപഴകിയ ഞങ്ങൾക്ക് എന്തു വേണമെന്ന് അറിയാമായിരുന്നു. മനോരമയിൽ അവയവദാന വാർത്ത വന്ന അതേ ദിവസം തന്നെ ഞങ്ങൾ പൂരിപ്പിച്ച സമ്മതപത്രവുമായി മനോരമ ഓഫീസിലെത്തി. ഒരാൾക്കെങ്കിലും പുതുജീവൻ നൽകാൻ കഴിയുന്നതിലും മഹത്തായ ത്യാഗം മറ്റെന്താണ്? വരും തലമുറയോടും പ്രകൃതിയോടും നാം ചെയ്യുന്ന ക്രൂരതയാണ്
ചതിയാണ് അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗം. പ്ലാസ്റ്റിക് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. പതിവ് പോലെ ഞങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങി. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ വോളണ്ടിയർമാർ കയറിയിറങ്ങി ബോധവൽക്കരണ ലേഖകളുമായി. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തി. നമ്മുടെ ഭൂമിയോട് നീതി പുലർത്താൻ അത്രയെങ്കിലും ഞങ്ങൾക്കായല്ലോ എന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചു. ജീവിത വിജയത്തിനുതകുന്ന ചിന്തകൾ മനസ്സിൽ നിറയണം. മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി വളരാൻ നാം ശ്രദ്ധിക്കണം. ഇളം പ്രായത്തിൽ തന്നെ അവ എന്തെന്ന് കാണാനും പരിചയപ്പെടാനും മനസ്സിൽ പതിയാനും ഞങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് നല്ല പാഠം കോഡ്സ്. സ്കൂൾ ക്യാമ്പസ് നിറയെ മഹത്വപൂർണമായ ചിന്തകൾ. ഞങ്ങളുടെ തന്നെ ചില വിദ്യാർത്ഥികളുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് ഞങ്ങളെ ചാലിലെത്തിച്ചത്. അവിടെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളും വിവാഹമോചന കേസുകളും. കാരണം കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായില്ല. ഉയർന്ന തോതിലുള്ള മദ്യലഹരി ഉപയോഗം തന്നെ. ഞങ്ങളുടെ സ്കൂളിലെ ഏകദേശം 10% വിദ്യാർത്ഥികളാണെങ്കിൽ ഈ മേഖലയിൽ നിന്ന് വരുന്നവരും അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നവരും. ഒരു ഞായറാഴ്ച ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ തയ്യാറാക്കിയ ഹൃദയസ്പർശിയായ വാചകങ്ങളുമായി. ലഘുലേഖകൾ നൽകി തിരിച്ചു പോരുകയല്ല ഞങ്ങൾ ചെയ്തത്. അതിലെ സന്ദേശം വായിച്ചു ബോധ്യപ്പെട്ടു എന്ന ഉറപ്പ് കിട്ടിയിട്ടേ ഞങ്ങൾ മടങ്ങിയുള്ളൂ. എക്സൈസ് വകുപ്പ്, ജനമൈത്രി പോലീസ്, KCYM എന്നിവരുടെ സഹകരണത്തോടെയാണ് ഞങ്ങൾ ബോധവൽക്കരണം നടത്തിയത്. ഒരു മാസത്തിനു ശേഷം സ്കൂളിൽ നിന്നും എക്സ്കർഷന് പോകുമ്പോഴാണ് 40 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് ഈ ബോർഡ് ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടുന്നത്. ഞങ്ങൾ ഞെട്ടി, അല്ല സന്തോഷിച്ചു. ഞങ്ങൾ തയ്യാറാക്കിയ ബ്രോഷറിലെ അതേ വാചകങ്ങൾ. സ്ഥലപരിമിതിയാൽ ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ സ്കൂളിൽ കൃഷിസ്ഥലമോ പൂന്തോട്ട നിർമ്മാണമോ പ്രായോഗികമായിരുന്നില്ല. സ്കൂളിന്റെ പുറകിൽ മതിലിടിഞ്ഞു വീണ സ്ഥലം ഞങ്ങൾ കണ്ടെത്തി. അവിടെ ഒരു തോട്ടം നിർമ്മിക്കാൻ ഞങ്ങൾ പദ്ധതി തയ്യാറാക്കി. ഭാരമേറിയ കല്ലുകൾ ചുമന്ന് ചെറിയ സ്ഥലം ഞങ്ങൾ കെട്ടി ഉയർത്തി. ഞങ്ങളുടെ അധ്യാപകരും ഞങ്ങളോടൊപ്പം ജോലിയെടുത്തു. ഇതിനു പുറമെ തലശ്ശേരി കോട്ട മൂടി പിടിപ്പിക്കുന്ന ശ്രമത്തിലും ഞങ്ങൾ പങ്കാളികളായി. കോട്ടയോട് ചേർന്നുള്ള സ്ഥലം പൂന്തോട്ടം നിർമ്മിക്കാനായി ഒരുക്കിയെടുക്കുന്നതിനും ഞങ്ങൾ ഒത്തുചേർന്നു. ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ സ്വപ്നങ്ങൾക്ക് ഒരു നിറച്ചാർത്ത്. സ്കൂൾ യുവജനോത്സവ വേദികളിലും പത്രമാധ്യമങ്ങളിലും പ്രശംസിക്കപ്പെട്ട അനാമികയുടെ 21 കവിതകൾ അച്ചടിമഷി പുരണ്ടു വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് സ്വപ്നങ്ങൾ അവ പരിധിക്ക് പുറത്താണ് എന്ന മനോഹരമായ കവിതാ സമാഹാരം. മലയാള ഭാഷയ്ക്ക് ഞങ്ങളുടെ എളിയ ഉപഹാരം. ഞങ്ങളുടെ എന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ട്. പുസ്തക പ്രസാധനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞങ്ങളുടെ വിദ്യാർത്ഥികളും അധ്യാപകരും മാത്രം. പുസ്തകത്തിന്റെ കവർ, ഓരോ കവിതയ്ക്കും അനുയോജ്യമായ ചിത്രങ്ങൾ, കാരിക്കേച്ചർ എന്നിവ മുതൽ DTP വർക്ക് വരെ 6ാം ക്ലാസ്സിലെ ഇർഫാൻ മുതൽ +2 രാഹുൽ വരെയുള്ളവരുടെ സംഭാവനയാണ്. പുസ്തക പ്രസാധനത്തിനുള്ള പണം കണ്ടെത്തിയതും പ്രസാധകരും ഞങ്ങൾ തന്നെ. നവംബർ 14 ശിശുദിനം. ഞങ്ങളുടെ കുഞ്ഞനുജന്മാരെയും അനുജത്തിമാരെയും തേടി ഞങ്ങൾ ഇറങ്ങി. തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ എല്ലാ അംഗൻവാടികളിലും JC സ്പെഷ്യൽ സ്കൂളിലും ഞങ്ങൾ എത്തി. മധുരപലഹാരങ്ങളും കളിക്കോപ്പുകളുമായി അവരോടൊപ്പം പാട്ടുപാടി കളിച്ചു ചിരിച്ച് ഭക്ഷണം വിളമ്പി നന്മയുടെ ബാലപാഠങ്ങൾ പകർന്ന് ഞങ്ങളുടെ കുട്ടിക്കാലം വീണ്ടെടുത്ത് ഞങ്ങളെ പിരിയാൻ അവർക്ക് മടിയായിരുന്നു. അവരുടെ ചെറുപുഞ്ചിരിയും പിണക്കവും പരിഭവങ്ങളും മണിമുത്തവുമായി മനസ്സ് നിറച്ച് ഞങ്ങൾ മടങ്ങി.
തകരാറിലായതുകൊണ്ട് ജീവിതം വഴിമുട്ടിയ സത്യേട്ടനെ സഹായിക്കാനും ഞങ്ങൾക്ക് അവസരം കിട്ടി. ഡയാലിസിസിന് വേണ്ടിവരുന്ന ഭീമമായ തുക കണ്ടെത്താൻ കഷ്ടപ്പെടുകയായിരുന്നു കടൽ തൊഴിലാളിയായ സത്യേട്ടന്റെ കുടുംബം. 2 ഘട്ടങ്ങളിലായി ഞങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും ശേഖരിച്ച 61,000 രൂപയാണ് അദ്ദേഹത്തിന്റെ ചികിത്സാ സഹായമായി ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞത്. ഡിസംബർ 1 ആ രോഗത്തോട് പൊരുതാനായി ലോകം കാത്തുവച്ച ദിവസം. ലോക എയ്ഡ്സ് ദിനം. റെഡ് റിബൺ ഡേ സമുചിതമായി കൊണ്ടാടാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ചടങ്ങിൽ ഞങ്ങൾ എത്തി. കണ്ടവർക്കെല്ലാം റെഡ് റിബൺ സന്ദേശം ഞങ്ങൾ കൈമാറി. നഗരം കലോത്സവത്തിന്റെ തിരക്കിലായിരുന്നു. അതിനാൽ തന്നെ കൂടുതൽ ആളുകളെ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. സ്കൂളിലെ വേദിക്ക് മുന്നിൽ വലിയ ബോധവൽക്കരണ ബോർഡ് ഞങ്ങൾ തയ്യാറാക്കി. അതിൽ പറഞ്ഞതുപോലെ പുതിയ പ്രതീക്ഷകളിലേക്ക് കൺതുറക്കാം, തളരാതെ പരിശ്രമിക്കാം. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. രോഷിന്റെയും രാഹുലിന്റെയും കൊച്ചു വീട്. പക്ഷേ കോരിച്ചൊരിഞ്ഞ മഴ ഇവരുടെ വീടിനെ തകർത്തു കളഞ്ഞു. നിങ്ങൾ കാണുമ്പോൾ സ്വന്തമായ 2 സെന്റ് സ്ഥലത്തിന്റെ പരിമിതിയിൽ 6 പേർ ഈ ഷെഡിൽ കഴിയുന്നു. ഇവിടെ വെച്ച് ഭക്ഷണം പാകം ചെയ്യുന്നു, കുളിക്കുന്നു, ഈ തെരുവ് വിളക്കിന്റെ ചുവട്ടിലിരുന്ന് പഠിക്കുന്നു. മഴയുടെ വികൃതിക്ക് മഴക്കാലത്ത് ഞങ്ങൾ ആരംഭിച്ച നല്ല പാഠത്തിലൂടെ പരിഹാരം. ഞങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും മുന്നിട്ടിറങ്ങി. ഈ വർഷത്തെ ടൂറിൽ നിന്നും ഞങ്ങൾ മിച്ചം പിടിച്ച 14,000 രൂപയടക്കം ഞങ്ങൾ സമാഹരിച്ച തുക കല്ലും കമ്പിയും സിമന്റും മണലുമായി മാറി. ഞങ്ങളുടെ 2 കുഞ്ഞനിയന്മാരുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി ഞങ്ങൾ നിന്നേ പറ്റൂ. ആ ബോധ്യത്തോടെ ഞങ്ങളും അണിചേർന്നു. അടുത്ത മഴക്കാലത്തിന് മുൻപേ അവർക്ക് തലചായ്ക്കാൻ സുരക്ഷിതമായ ഒരിടം വേണം. അത് പൂർത്തിയാക്കേണ്ട ബാധ്യത ഞങ്ങളുടേതു കൂടിയാണ്. വലിയ പ്രതീക്ഷകളില്ലാതെ ഒരു എളിയ തുടക്കം. അതായിരുന്നു ഞങ്ങൾക്ക് നല്ല പാഠം. എത്ര മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് വ്യക്തതയില്ലായിരുന്നു. പക്ഷേ കൃത്യമായ ആസൂത്രണവും ദൃഢനിശ്ചയവും അതിലുപരിയായി കൂട്ടായ്മയും ജീവന്റെ മൂല്യം തേടിയുള്ള പ്രയാണത്തിൽ ദിശാബോധം നൽകി. ആത്യന്തികമായ മനുഷ്യ നന്മയിലുള്ള വിശ്വാസം ഞങ്ങളെ മുന്നോട്ട് നയിച്ചു. ഞങ്ങൾ ഇടപെട്ടവരെല്ലാം ഞങ്ങളോട് സഹകരിക്കുന്നവരായിരുന്നു. എണ്ണം തികയ്ക്കാനല്ല, വൈവിധ്യങ്ങളോടെ ലക്ഷ്യത്തിലെത്താനായിരുന്നു അക്ഷരങ്ങളുടെ ലോകത്തു നിന്ന് ഞങ്ങളുടെ ശ്രമം. ഞങ്ങൾ ഏറ്റെടുത്ത കർമ്മത്തിന്റെ ഔന്നിത്യവും വ്യാപ്തിയും ഈ യാത്രയിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഒന്നും ഞങ്ങൾ ഒരു സന്ദർശനത്തിൽ ഒതുക്കിയില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിലും റെയിൽവേ സ്റ്റേഷനിലും പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിലും ഞങ്ങൾ പലവട്ടം കയറിയിറങ്ങി. തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. കണ്ടുമുട്ടിയ മുഖങ്ങളിൽ കണ്ണീരിന്റെ നനവും പ്രത്യാശയുടെ തിളക്കവും ഞങ്ങൾ തൊട്ടറിഞ്ഞു. ഈ യാത്രയിൽ എന്താണ് നേട്ടം? ഒരു മഹത്തായ സംരംഭത്തിൽ കൈകോർത്തെന്ന ദൃഢവിശ്വാസം. ഓരോ വളവിലും തിരിവിലും കൈവന്ന് ആത്മവിശ്വാസം. പൊതു നന്മയ്ക്കായി സ്വാർത്ഥത കൈവെടിയുമ്പോഴുണ്ടാകുന്ന സംതൃപ്തി. സമൂഹത്തിനു വേണ്ടി എന്തെല്ലാമോ നേടിയെന്ന് തോന്നൽ, അല്ല ഇനിയും എന്തെല്ലാമോ നേടണമെന്ന് തോന്നൽ.
കൈകൾ തീർക്കും നല്ല ലോകം